അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എങ്ങനെയാണ് ഈ ഫോട്ടോ, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഫോട്ടോ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഫോണിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇത് ട്രെൻഡിങ് ആയി നടക്കുന്ന ഒരു ഫോട്ടോ തന്നെയാണ്. എവിടെ നോക്കിയാലും ഈ ഫോട്ടോ തന്നെ, വാട്സപ്പിലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എവിടെ നോക്കിയാലും ഇത് ഈ ഫോട്ടോ തന്നെ നമുക്ക് കാണുന്നത്. നമുക്ക് കാർട്ടൂൺ പിക്ചർ നമുക്ക് ഇതേ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അതിന് ആവശ്യം എന്തൊക്കെയാ വെച്ചാൽ ആകെ 3 ആപ്സ് നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന് പിക്സാർട്ട്, അതുപോലെ തന്നെ ടൂൺ ആപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ, ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്പാണ് വേണ്ടത്. അതിന് ശേഷം ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടൂൺ ആപ്പിൽ പോയിട്ട് നമുക്ക് ഏതൊരു ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാനിപ്പോൾ അതൊന്ന് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഗാലറിയിൽ പോയിട്ട് നമ്മളെ ഏത് ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോട്ടോൻ്റെ ഫേസും കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക് അവർ തന്നെ ക്രോപ്പ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ നേരെ ഓക്കെ കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. നെറ്റ് സ്പീഡ് കുറവുള്ളതുകൊണ്ട് കുറച്ചൊരു വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഫോട്ടോ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇവിടെ, അതായത് നമ്മളെ കാർട്ടൂൺ പിക്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒഴിവാക്കിയതിന് ശേഷം ബാക്ക് അടിച്ചതിന് ശേഷം നമുക്കുള്ള ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്പാണ് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത്. അതിൻ്റെ ശേഷം നമ്മൾ ഒരു ഫോട്ടോ ഇവിടെ എടുക്കുക. അതായത് നമ്മളിപ്പോൾ നേരത്തെ എടുത്ത ഫോട്ടോ തന്നെ നമ്മളിവിടെ ഒന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ഫോട്ടോ, അതായത് നമ്മൾ ടൂൺ ആപ്പ് ചെയ്ത ഫോട്ടോ നമ്മളൊന്ന് ഇത് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഈ ഓട്ടോയിൽ പോയിട്ട് എവിടേക്കാണ് ഇത് മാറ്റേണ്ടത് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായി പോയിക്കോളും, സീനില്ല. അപ്പോൾ നമ്മളിതാ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നമ്മളെ മാനുവലിൽ പോയിട്ട് നമുക്കൊക്കെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, വേണമെങ്കിൽ നമുക്ക് സൂം ചെയ്തിട്ട് വേണം ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്, കുറച്ചവിടെ പോയിട്ടുണ്ട്. ഓക്കെ, സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളെ ഫോട്ടോ മൊത്തം നമ്മൾ ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡണ്ണ് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എവിടെ വെച്ചിട്ട് സേവ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ 3-ലിട്ടിട്ട് വേണം നമ്മൾ സേവ് ചെയ്യാൻ. അപ്പോൾ 3-ലിട്ട് സേവ് ചെയ്തിട്ട് സേവ് കൊടുക്കണം. അപ്പോൾ നമ്മളെ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കണതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ പിന്നെ നെറ്റ് ഓണായി. ഓക്കെ, നമ്മൾ നെറ്റ് ഓഫ് ആയിട്ട്, നെറ്റ് ഓഫ് ആക്കണ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആഡും ഇതൊക്കെ വരണ സാധ്യതയുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഈ ക്രിയേറ്റിൽ പോയിട്ട് നമ്മളെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനിൽ പോകണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടിയിലെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. ഞാനൊരു ഫോട്ടോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് തന്നെ നേരെ ഒരു ഫോട്ടോ നിൽക്കുക, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടത്. അതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ ആഡ് ഫോട്ടോ പോയതിൻ്റെ ശേഷം പിക്സാർട്ടിലായിട്ട് ആഡ് ഫോട്ടോ പോയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ എടുത്ത നമ്മൾ ഇറേസ് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് സൈസ് എത്ര കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സൈസ് എത്ര വേണ്ട വെച്ചാൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ശരിക്കണമെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക, കുഴപ്പമില്ല. ഈ കാരിയാച്ചർ എന്താ പറയുക, ഫോട്ടോ എഡിറ്റിങ് പറഞ്ഞാൽ തന്നെ ഫേസ് ഒന്നുകൂടി വലുതായിട്ടുള്ളതാണ് കാരിയാച്ചറിൻ്റെ ഒരു ഭംഗി പറയുന്നത്. നമുക്ക് എങ്ങനെ വേണ്ട വെച്ചാലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കൊടുത്തിട്ട് ഓക്കെ റെഡി നമ്മളെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മളെ വീഡിയോ, അപ്പോൾ ഇതേപോലത്തെ കിട്ടിയ വീഡിയോസ് ആയിട്ട് നമ്മളിനി തിരിച്ചു വരുന്നതാണ്. ഇപ്പോഴത്തെ ഏതൊരു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കണ്ട ബെല്ലേക്ക് എന്നെ വിളിച്ച് ചെയ്താൽ ഞങ്ങൾ ചാനൽ പുതിയ വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ എന്നാൽ അടുത്ത എല്ലാ വീഡിയോ വരുന്നേക്കും. പീസ്.